Okay, boys, here we go. സമയം ഏകദേശം 11 മണിയായി. അങ്ങനെ ഇന്നലെയും ഇന്നുമായിട്ട് തിരുവനന്തപുരത്ത് മഴയില്ല. നല്ലൊരു ക്ലൈമറ്റാണ്. കണ്ടില്ലേ, ആകാശം നല്ല നീല കളറിൽ കിടക്കുന്നത്. അങ്ങനെ മീനിന് തീറ്റ ഇട്ട് കൊടുത്താണ് തുടക്കം. ഇന്നലെ വെള്ളം നല്ല ഫുൾ നിറച്ചായിരുന്നു. അങ്ങനെ ആ സമയത്ത് 2 സിലോപ്പിയാണെങ്കിൽ പുറത്ത് ചാടി അങ്ങനെ കോഴി അതിനെ കൊത്തിക്കൊണ്ടുപോയി. പാവം. അത് കഴിഞ്ഞ് ഇന്നലത്തെ ഒരു പണിയായിരുന്നു. നമ്മൾ സിൻഡക്സ് ടാങ്ക് എടുത്ത് മുകളിൽ വെച്ചു. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വാട്ടർ ഫില്ലർ വെച്ച് അത് അകത്ത് കാണാൻ പറ്റും. അങ്ങനെ കരിങ്കോഴികൾക്ക് ഇപ്പോൾ ഓട്ടോ ഫില്ലറാണ്. അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് കാണാം. നമ്മളിപ്പോൾ അടച്ചിട്ടേക്കാണ്, കാരണം ഇന്നലെ കുറച്ച് വെള്ളമൊക്കെ ലീക്കായി, കൂടൊക്കെ നല്ലപോലെ നനഞ്ഞായിരുന്നു. ഇപ്പോഴും വേണ്ട ആ ക്യാപ്പ് തുറന്ന് ഫുള്ള് വെള്ളം ലീക്കായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ അല്ല, അല്ലാത്ത വെച്ച് കൊടുത്തത്, മാനുവലി വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മളുടെ വാട്ടർ സിസ്റ്റമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് മാറ്റി ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ എല്ലാം വന്ന് കുടിച്ചോളും. ഇവർക്ക് ഈ കപ്പിൻ്റെ അകത്ത് തന്നെ നമ്മൾ ബാക്ടീരിയ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് 8 തുള്ളി വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ചെന്നാണ് തോന്നുന്നത്. നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം നോക്കി പുറത്തിറങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെയും പോയി വെള്ളം തുറന്നു കൊടുത്തു. വാൽവ് തുറന്നു. അപ്പോഴത്തേക്ക് തന്നെ വെള്ളം അതിൻ്റെ അകത്ത് റഷ് ചെയ്ത് നല്ല പ്രഷർ കൂടിയിട്ടാണ് വരുന്നത്, കാരണം മുകളിൽ പ്രഷർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാ വെള്ളവും അങ്ങനെ ഫുൾ ഫില്ലായി. അത് കഴിഞ്ഞ് അതുങ്ങൾ കുടിക്കാണ്ട് തുടങ്ങി. അപ്പം തന്നെ കൺഫ്യൂഷൻ അടിച്ച്, ഇതെന്തോ സംഭവം. ഇന്നലെ വച്ചെങ്കിലും ഇത് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു, കാരണം ഭയങ്കര ലീക്കായിരുന്നു. അങ്ങനെ ഒന്ന് സോൾവെൻ്റൊക്കെ തേച്ച് ക്ലിയർ ആക്കിയിട്ടാണ് വെച്ചത്. ഈ സംഭവമാണ് നമ്മളുടെ ബാത്റൂമിൻ്റെ ഫ്ലഷിൻ്റെ അതേപോലത്തെ ഒരു ഫങ്ഷനാണ് ഇതില്ലാത്തുള്ളത്. ഈ ഒരു മഞ്ഞ സാധനത്തിൽ കൊത്തുമ്പോൾ മാത്രമേ ഇവർക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ അകത്ത് നിറയത്തുള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയയാണിത്. ഓട്ടോമാറ്റിക്കാണ്. ഒരാൾക്കാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല ഞാൻ കോഴിക്കൂട്ടി കയറുന്നത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാലിൽ വന്ന് കൊത്തും. അതുകൊണ്ട് ഞാൻ പാമ്പിനെ പോലെ കൈ വെച്ച് കാണിക്കും. എൻ്റെ സുഖം. അങ്ങനെ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.